കൂട്ടരെ പ്രിയ കൂട്ടരെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ് ഡെമിലിയ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സ്കൂളിലെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. ജീനിയക്കോ? എളുപ്പമായിരുന്നല്ലോ. വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? ടൂർ എവിടെയൊക്കെയാ പോകുന്നേ? അമ്മ വീട്ടിൽ പോണുണ്ട്. പിന്നെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ജീനിയ എവിടെയൊക്കെയാ പോണേ? ഞാനും തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്നാൽ നമുക്ക് ഇന്നത്തെ കളിമുറ്റത്തിലെ ആദ്യത്തെ സെഗ്മെന്റ് എന്താന്ന് നോക്കിയാലോ? ആ, ഞാനും ആദ്യത്തെ സെഗ്മെന്റ് കാണാൻ കാത്തിരിക്കുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ മത്സ്യത്തിനുള്ളിൽ പോയ യോനാ പ്രവാചകനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ആ കഥ നമുക്ക് കേട്ടാലോ? യോന അമിത്യായുടെ മകനായിരുന്നു. ഒരിക്കൽ ദൈവം യോനായോട് അരുളി ചെയ്തു, നീ നിനവിയിലേക്ക് പോവുക, അവിടുത്തെ ജനങ്ങളോട് പറയുക, നിനവിയിലെ ദുഷ്ടത എൻ്റെ പക്കലെത്തിയിരിക്കുന്നു, അവരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ നിനവിയിലെ ജനങ്ങൾ ദുഷ്ടന്മാരായതിനാൽ യോന നിനവിയിലേക്ക് പോകാതെ താർശിഷിലേക്ക് കപ്പൽ കയറി. ഇത് കണ്ട ദൈവത്തിന് കോപം വന്നു. ദൈവം എന്തു ചെയ്തെന്നറിയാമോ? ദൈവം ഒരു വലിയ കൊടുങ്കാറ്റ് കടലിലേക്ക് അയച്ചു. കടൽ ക്ഷോഭിച്ചു, കപ്പൽ ഇളകി മറിഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും ഭയചകിതരായി. അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ സമയം യോന കപ്പലിൽ കിടന്നുറങ്ങുകയായിരുന്നു. യോന ഉറങ്ങുന്നത് കണ്ട് കപ്പലിലെ കപ്പിത്താൻ യോനായോട് വന്ന് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്യുന്നത്? നീ കിടന്നുറങ്ങുകയാണോ? ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുവീൻ. യോന ഇതൊന്നും കണക്കാക്കാതെ വീണ്ടും കിടന്നുറങ്ങി. യാത്രക്കാർക്കെല്ലാം യോന കിടക്കുന്നത് കണ്ട് ദേഷ്യം വന്നു. പക്ഷേ അവർ ജീവന് വേണ്ടി അവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു ഫലവും കാണാതായപ്പോൾ കപ്പലിലെ ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിയുവാനായി തുടങ്ങി. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ആര് നിമിത്തമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് അറിയുന്നതിനായി അവർ നറുക്കിടാമെന്ന് തീരുമാനിച്ചു. അവർ നറുക്കിട്ടു. നറുക്ക് ആർക്ക് വീണിട്ടുണ്ടാവും? യോനായ്ക്ക് അല്ലേ? യോനായ്ക്ക് നറുക്ക് വീണു. യോന നിമിത്തമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നറിഞ്ഞവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. കടൽ ശാന്തമായി. യോന കടലിലേക്ക് വീഴുന്ന തക്കം നോക്കി ഒരു മത്സ്യം കടലിൽ കിടപ്പുണ്ടായിരുന്നു. ദൈവം ആ മത്സ്യത്തെ നിയോഗിച്ചിരിക്കുകയായിരുന്നു. യോന കടലിൽ വീണതും മത്സ്യം യോനായെ വിഴുങ്ങി. യോന മത്സ്യത്തിന്റെ ഉദരത്തിൽ 3 രാവും 3 പകലും താമസിച്ചു. യോന മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം യോനായുടെ പ്രാർത്ഥന കേട്ടു. മത്സ്യത്തോട് കൽപ്പിച്ചു, യോനായെ മത്സ്യം കരയിൽ ഛർദ്ദിച്ചിട്ടു. പിന്നീട് യോന മാനസാന്തരപ്പെട്ട് നിനവിയിലേക്ക് യാത്രയായി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആർക്കെങ്കിലും പറയാവോ? ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ചാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. അതെ, മോള് പറഞ്ഞത് വളരെ ശരിയാണ്. ദൈവത്തിന് നമ്മളെ എല്ലാവരെയും പറ്റി ഒരു പദ്ധതിയുണ്ട്. അതനുസരിച്ച് വേണം നാം ജീവിക്കാൻ. ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുക സാധ്യമല്ല. ഇന്ന് പുള്ളിമാൻ പറഞ്ഞ കഥ നിനക്ക് ഇഷ്ടമായോ? എനിക്ക് വളരെ ഇഷ്ടമായി. ജീനിയക്കോ? എനിക്കിഷ്ടമായി. കൂട്ടുകാരെ, പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല മെസ്സേജ് ഉള്ളൊരു കഥയായിരുന്നല്ലേ? എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ബേക്കറിയിൽ ഒളിച്ചിരിക്കുന്ന സ്ത്രീ ഏതാണ്? ക്ലൂ തരാമോ? അത് ബൈബിളിലെ പഴയ നിയമത്തിലുള്ള ഒരു പേരാണ്. എനിക്കറിഞ്ഞൂടാ. ആൻസർ പറയാമോ? റബേക്ക. ഞാൻ ഇന്നൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിക്കൂ. ഞാൻ ഡേർട്ടി ആയിട്ടിരിക്കുമ്പോ വെളുത്തിരിക്കും, ക്ലീൻ ആയിട്ടിരിക്കുമ്പോ കറുത്തിരിക്കും. ആരാണ് ഞാൻ? എനിക്കൊരു ക്ലൂ തരാവോ? നമ്മൾ സ്കൂളിലൊക്കെ ഉള്ളൊരു സാധന. ചോക്ക് ബോർഡ് ആണോ? ഡെമിലിയ പറഞ്ഞ ആൻസർ കറക്റ്റ് ആട്ടോ. ചോക്ക് ബോർഡ് ആണ് അതിന്റെ ആൻസർ. എങ്കിൽ നമുക്ക് കളിമുറ്റത്തിലെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? മലാക്കേ. ഹായ് എന്നെ മോളെ. ഹായ് മലാക്കേ. എന്തുണ്ട് എന്നെ മോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? പ്രത്യേകിച്ചൊന്നുമില്ല മലാക്കേ. ആഹാ,
എന്നാൽ ഇന്നെന്താ എൻ്റെ അന്നമോളുടെ സംശയം? ഈ പൂക്കൾക്കും ഇലകൾക്കും നിറം കിട്ടുന്നത് എവിടുന്നാ മാലാക്കേ? പൂക്കളുടെയും ചെടികളുടെയും നിറത്തിന് കാരണം രാസപദാർത്ഥങ്ങളാ അന്നമോളെ. പച്ചിലകൾക്ക് നിറം കൊടുക്കുന്ന വസ്തുവാണ് ക്ലോറോഫിൽ അഥവാ ഹരിതകം. മഗ്നീഷ്യം എന്ന ആറ്റത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു തന്മാത്രയാണ് പച്ചിലകളിലുള്ള ആ ക്ലോറോഫിൽ. ചെടികളുടെ ഇലകൾക്ക് മാത്രമല്ല, പൂക്കളുടെയും നിറത്തിന് കാരണം ആ പൂക്കളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളാ അന്നമോളെ. അതെന്താ മാലാക്കേ? പലതരത്തിലുള്ള തന്മാത്രകളാ ഓരോ പൂക്കളിലും ഉള്ളത്. അന്തോസൈനിൻ, ഫ്ലവോൺ തുടങ്ങിയവയൊക്കെ പൂക്കൾക്ക് നിറം കൊടുക്കുന്ന ഓർഗാനിക് തന്മാത്രകളിൽ ചിലതാ അന്നമോളെ. മാത്രമല്ല, പൂക്കൾക്ക് സുഗന്ധം നൽകുന്നതും ചെടികൾ ഉണ്ടാക്കുന്ന ചില ഓർഗാനിക് സുഗന്ധ വസ്തുക്കൾ തന്നെയാ. അത് കൊള്ളാമല്ലോ മാലാക്കേ. അന്നമോൾ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാനിരിക്കുന്നു? അതൊക്കെ മാലാക്കേ എനിക്ക് പറഞ്ഞു തരില്ലേ? തീർച്ചയായും അന്നമോളെ. എന്റെ ചക്കര മാലാക്ക. പിന്നുണ്ടല്ലോ അന്നമോളെ, നാം കഴിക്കുന്ന ഭക്ഷണത്തിനും ഒരു കെമിസ്ട്രി ഉണ്ട്. അതെ അന്നമോളെ. അതെന്താ മാലാക്കേ? നമ്മൾ എന്ത് കഴിച്ചാലും ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ശരീരം പുറന്തള്ളും. അത് കൊള്ളാലോ. ഭക്ഷണത്തിൽ പ്രധാനമായും 3 തരത്തിലുള്ള പോഷകങ്ങളാണ് ഉള്ളത്. കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവയാണവ. ശരീരത്തിന് വേണ്ട ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന തന്മാത്രകളാണ് കാർബോഹൈഡ്രേറ്റുകൾ. ഈ കാർബോഹൈഡ്രേറ്റുകൾ ദഹിച്ചാണ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. ധാന്യങ്ങൾ, കിഴങ്ങുകൾ എന്നിവയിലൂടെയൊക്കെ നമുക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റുകൾ ലഭിക്കും. പ്രോട്ടീനും കൊഴുപ്പും ശരീരകലകളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. അവയിൽ നിന്നാണ് മാംസവും മജ്ജയുമെല്ലാം നമുക്കുണ്ടാകുന്നത്. ആവശ്യത്തിലധികമായി അകത്താക്കുന്ന കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടാറുമുണ്ട് അന്നമോളെ. അത് ആപത്തല്ലേ? അതെല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ അന്നമോളെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായി കഴിക്കരുതെന്ന് പറയുന്നത്. മീൻ, മാംസം, പയറുവർഗ്ഗങ്ങൾ എന്നിവ നമുക്ക് ആവശ്യമായ കൊഴുപ്പ് തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അവയ്ക്കെല്ലാം പുറമെ വൈറ്റമിനുകൾ, ധാതുലവണങ്ങൾ എന്നിവയും നമുക്ക് ആഹാരത്തിലൂടെ ലഭിക്കുന്നു. ഈ പറഞ്ഞ ആഹാര ഘടകങ്ങളെല്ലാം സങ്കീർണ ഘടനയുള്ള തന്മാത്രകളാണ്. പലതര രാസപ്രവർത്തനങ്ങളിലൂടെയാണ് അവയെല്ലാം നമ്മുടെ ശരീരത്തോട് ചേരുന്നത്. അതാണ് ദഹനം. ഇതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പറയണം. അതിനെന്താ അന്നമോളെ? അന്നമോള് പറഞ്ഞോ. എന്നാ ഞാൻ വീട്ടിലോട്ട് പോയിക്കോട്ടെ. ബായ് അന്നമോളെ. ബായ് മലാക്കേ. നമ്മുടെ അന്നമോൾക്ക് എന്തോരം സംശയങ്ങളാണല്ലേ. എന്തായാലും അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടല്ലേ ജീനിയ? നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് കളിമുറ്റത്തിലെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ ക്ലേലിയ പുണ്യവതിയുടെ ജീവചരിത്രത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അമൽ മാക്കീൽ ആണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 14 അധ്യായങ്ങളാണുള്ളത്. ഒരു പുണ്യവതിയുടെ ജനനം, ഏവർക്കും പ്രിയപ്പെട്ടവളായ ക്ലേലിയ, ദുരിതങ്ങൾക്ക് നടുവിൽ, ദൈവാനുഷികയായ ക്ലേലിയ, മാറ്റങ്ങളുടെ കാലം, എൻ്റെ സ്നേഹമേ നീ വരൂ, ഈശോയുടെ സ്നേഹ സാന്നിധ്യം, മതാധ്യാപികയായ ക്ലേലിയ, ബ്രൂതിയിലെ ദിവ്യപ്രകാശം, ദൈവസ്നേഹത്തിൻ്റെ പദ്ധതി, വ്യാകുല മാതാവിൻ്റെ കൊച്ചു സഹോദരികളുടെ ആരംഭം, ഏവർക്കും മദർ ക്ലേലിയയായി, സ്വർഗത്തിലേക്ക് പറന്ന വെള്ളരിപ്രാവ്, വിശുദ്ധ ക്ലേലിയ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ എന്നിങ്ങനെ 14 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. 1-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയയുടെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 1847 ഫെബ്രുവരി 13-ാം തീയതി ജോസഫ് ജസീന്ത ദമ്പതികൾക്ക് ആദ്യത്തെ കുട്ടിയായി ക്ലേലിയ പിറന്നു വീണു. 2-ാമത്തെ അധ്യായത്തിൽ ഏവർക്കും പ്രിയപ്പെട്ടവളായി വളർന്നു വന്ന ക്ലേലിയ പുണ്യവതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ അധ്യായം ദുരിതങ്ങൾക്ക് നടുവിൽ എന്നതാണ്. 4-ാമത്തെ അധ്യായത്തിൽ
ദൈവാന്വേഷികയായ ക്ലേലിയയെയാണ് കാണാൻ സാധിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയുടെ ആദ്യത്തെ ആധ്യാത്മിക ഉപദേഷ്ടാവായിരുന്ന ഇടവക വികാരി മരണമടയുകയും പകരം പുതിയൊരു വികാരി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. തലേന്ന് രാത്രി ക്ലേലിയയ്ക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. മണവാളനെ കാത്ത് കത്തുന്ന വിളക്കുമായിരുന്ന വിവേകമതികളായ കന്യകമാരെ പോലെ ക്ലേലിയയും യേശുവിനെ കാത്തിരുന്നു. വളരെ കാലമായി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആഗ്രഹം ഒരു വിശുദ്ധയായി തീരുക. 7-ാമത്തെ അധ്യായമാണ് ഈശോയുടെ സ്നേഹ സാന്നിധ്യം എന്നത്. കുട്ടികളോട് അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ക്ലേലിയയുടെ മുഖം കൂടുതൽ പ്രശോഭിതമാകും. ആ ദിവ്യപ്രകാശത്തിൽ അവൾ കൂടുതൽ പരിശുദ്ധയായി കാണപ്പെട്ടു. 8-ാമത്തെ അധ്യായത്തിൽ മതാധ്യാപികയായ ക്ലേലിയയെയാണ് കാണാൻ സാധിക്കുന്നത്. 9-ാമത്തെ അധ്യായമാണ് ബ്രൂതിയിലെ ദിവ്യപ്രകാശം. വിശുദ്ധ ആഗനസിന്റെ ജീവിതവും ക്ലേലിയയുടെ ജീവിതവും തമ്മിൽ വളരെ സാമ്യമുണ്ടായിരുന്നു. എൻ്റെ വിരലിൽ വിവാഹമോതിരവും എന്നെ മൂടത്തക്ക വിധം അമൂല്യ രത്നങ്ങളും കൊണ്ട് ക്രിസ്തു എന്നെ അവിടുത്തെ മണവാട്ടിയാക്കിയിരിക്കുന്നു. ഞാൻ എന്നും അവിടുത്തേതാണ്. അവിടുത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ. ദൈവസ്നേഹത്തിൻ്റെ പദ്ധതി എന്ന 10-ാമത്തെ അധ്യായത്തിൽ ദിവ്യനാഥനായ യേശു ക്ലേലിയയെ അമൂല്യ രത്നമായി ഒരുക്കുകയായിരുന്നു. 11-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയ തൻ്റെ ഇടവകയിൽ നടത്തിയ പ്രേഷിത പ്രവർത്തനങ്ങളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ ഏവർക്കും മദറായി തീർന്ന ക്ലേലിയയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലേലിയയുടെ ഏറ്റവും പ്രധാന ജോലി മതബോധനമായിരുന്നു. അറിവില്ലാത്തവരെ എഴുത്തും വായനയും പഠിപ്പിക്കുകയും വീട് തോറും കയറി വചനം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. 13-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയയുടെ മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 1870 ജനുവരിയിൽ ക്ലേലിയ ക്ഷയരോഗത്തിനടിപ്പെട്ടു. 23 വയസ്സ് മാത്രം പ്രായമുള്ള ക്ലേലിയ നിത്യസമ്മാനത്തിനായി യാത്ര തിരിച്ചു. അവസാനത്തെ അധ്യായമായ 14-ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1989 ഏപ്രിൽ 9 വാഴ്ത്തപ്പെട്ട ക്ലേലിയ ബാർബിയേറിയെ ജോൺ പോൾ 2 പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ക്ലേലിയയുടെ ജീവചരിത്രം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? അതിനെന്താ, നമുക്ക് വിഷ് ചെയ്യാം. ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ. എങ്കിൽ ഡെമിലിയ, നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഞാനും അതിനായിട്ട് കാത്തിരിക്കുക. സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് സുഖസൗകര്യങ്ങളിലൂടെയാണ് നാം ജീവിക്കുന്നത്, അല്ലേ? എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനും ലാസറും എന്നൊരു കഥയുണ്ട്. ആ കഥ നമ്മളെ ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ നമുക്കിനി കഥയിലേക്ക് കടന്നാലോ? ഒരിടത്ത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു. നല്ല വസ്ത്രങ്ങളും ഇഷ്ടം പോലെ ഭക്ഷണം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ധനവാന്. അയാളുടെ പരിവാദിക്കൽ ലാസറിന് പേരുള്ള പാവപ്പെട്ട മനുഷ്യൻ കിടന്നിരുന്നു. ലാസറിന്റെ മേത്ത് ആകെ വ്രണങ്ങളായിരുന്നു. ആ വ്രണങ്ങളെ നായ്ക്കൾ വന്ന് നക്കും. പാവം ലാസർ.
ധനവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് വീഴുന്ന ഒന്നെങ്കിലും കിട്ടാൻ കൊതിയോടെ നോക്കി നിൽക്കും. അങ്ങനെ നാളുകൾ കഴിഞ്ഞ് ലാസർ മരിച്ചുപോയി. അപ്പോൾ മാലാഖമാർ വന്ന് ലാസറിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ധനവാനും മരിച്ചു. പക്ഷെ ധനവാൻ പോയത് എങ്ങോട്ടാണെന്നറിയാവോ? നരകത്തിലേക്ക്. അവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ധനവാൻ തലയുയർത്തി നോക്കി. അപ്പോൾ ഉണ്ടല്ലോ അബ്രഹാമിന്റെ മടിയിൽ സുഖമായി കിടക്കുന്നു നമ്മുടെ ലാസർ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ, ഒരു തുള്ളി വെള്ളം തരാൻ ലാസറിനെ ഇങ്ങോട്ടേക്ക് അയക്കണമേ. ഞാനിവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ? അബ്രഹാം പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ ലാസറിന് കഷ്ടതകൾ മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്, നിനക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല നമുക്ക് നടുവിൽ ഒരു വലിയ ഗർത്തവുമുണ്ട്, പിന്നെ എങ്ങനെ വരാനാ? ധനവാൻ പറഞ്ഞു, എന്നാൽ ലാസറിനെ ഭൂമിയിലേക്ക് അയക്കാമോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാൽ അവർ നന്നായി ജീവിക്കും. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവർ അവരെ അനുസരിക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, നമുക്കും ലാസറിനെ പോലെ സ്വർഗത്തിലേക്ക് പോകണ്ടേ? അതിനായി എന്തൊക്കെ ചെയ്യണമെന്നോ? നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കണം, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കും ലാസറിനെ പോലെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ. അപ്പോൾ ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. നമ്മുടെ കൊച്ചു കൂട്ടുകാരി പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നില്ലേ അത് കേൾക്കാൻ? എങ്കിൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ ജീനിയ? ഒരു ബൈബിൾ ഗെയിം. അതിനിപ്പെന്താ, നമുക്ക് കളിച്ചാലോ? കൂട്ടുകാരെ, നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള തിന്മകളില്ലേ? നമ്മൾ മിക്കവരും ഒക്കെ ടീച്ചർമാരുടെ അടുത്തും പാരൻസിന്റെ അടുത്തൊക്കെ കള്ളം പറയാറില്ലേ? മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നാറില്ലേ? ചില സമയത്ത് എടുക്കാറുമുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള കുഞ്ഞു കുഞ്ഞു തിന്മകളൊക്കെ ഊതി പുറത്തേക്ക് കളഞ്ഞ് യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. എങ്കിൽ നമുക്ക് നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്താലോ ഡെമിലിയ? ഓക്കെ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എങ്കിൽ നമുക്ക് ആദ്യം കപ്പ് നിരത്തി വയ്ക്കാം. എങ്കിൽ നമുക്കൊരു സ്ട്രോ എടുത്തിട്ട് കൈ പുറകെ കെട്ടിയിട്ട് ഈ കപ്പുകളെല്ലാം താഴത്തേക്കിടാം. നമുക്ക് പിങ്ക് എടുത്താലോ? ഓക്കെ. നമ്മുടെ മനസ്സിലുള്ള കൊച്ചു തിന്മകളെല്ലാം ഊതി പുറത്തേക്ക് കളഞ്ഞ് നമ്മുടെ യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. ഡെമിലിയ, നല്ല രസമുണ്ടായിരുന്നില്ലേ അത് കളിക്കാൻ? ആ, ജീനിക്ക് ഇഷ്ടമായോ? എനിക്കും നന്നായിട്ട് ഇഷ്ടമായി. എങ്കിൽ നമുക്ക് ഈ ആഴ്ചയിലെ വാർത്തയിലെ താരത്തെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അണയേണമേ നാഥാ എൻ
കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ വാർത്തയിലെ താരത്തെ നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടില്ലേ? എങ്കിൽ നമുക്ക് ഇന്ന് കളിമുറ്റത്തിലേക്ക് പടങ്ങൾ വരച്ച് അയച്ചു തന്നേക്കണത് ആരൊക്കെയാണെന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരച്ച് അയച്ചു തരാം. ഒപ്പം കളിമുറ്റത്തിലും പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശ്ശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇന്ന് ഞങ്ങൾ കളിമുറ്റത്തിൽ ചെയ്ത ഗെയിം നിങ്ങളെല്ലാവരും തീർച്ചയായും കളിച്ചു നോക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഇതിനും നല്ല ഗെയിംസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ബൈ.